ഈ കിടക്കുന്നത് ഞങ്ങളുടെ തങ്കിയാണ്, ഞങ്ങളുടെ ഷോപ്പിലെ ഡോഗാണ്. ഇവിടെ പേര് തങ്കച്ചി എന്നായിരുന്നു ഞങ്ങൾ ഇട്ടത്. ഇത് പിന്നീട് അത് ചുരുങ്ങി തങ്കിന്നായി. ആളിപ്പോൾ നല്ല ഉറക്കത്തിലാണ്. വന്നു കഴിഞ്ഞാൽ കടയ്ക്കകത്തെ അവൾ കിടക്കത്തോളൂ. ഞങ്ങളുടെ ഷോപ്പിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചർച്ചുണ്ട്, ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്. വേണ്ട ഈ ചർച്ച് തീർച്ചയായിട്ടാണ് തങ്കിയെ ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്നത്. ഇവിടെ ഈ പള്ളിയുടെ തിണ്ണയിൽ വെച്ച് കണ്ടുമുട്ടി. അങ്ങനെ ഒരു ദിവസം ഫുഡ് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ അവൾ പോയില്ല, അവിടെ തന്നെ പള്ളിയിൽ തന്നെ അങ്ങനെയായി. പിന്നെ നമ്മൾ ഡെയിലി പിറ്റേന്ന് ഞാൻ പിന്നെ രാവിലെ വന്നപ്പോഴും കുറച്ച് ഫുഡ് കൊണ്ടുവന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ അണ്ണ ഇവിടെ രാവിലെ അണ്ണൻ വന്ന് ഷോപ്പ് തുറന്നപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു അതുപോലെ അത് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ്, ഞാൻ വരാൻ നേരത്ത് കുറച്ച് ഫുഡുമായിട്ടാണ് വന്നത്. അപ്പോൾ ആ ഫുഡ് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആൾ പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. അടുത്തിങ്ങനെ വരത്തില്ല, ഇവിടെ ഇങ്ങനെ സൈഡിൽ വന്ന് ഇങ്ങനെ ഇവിടെ ഒരു വാതിക്ക വന്ന് നിൽക്കും. പള്ളിയുടെ ഗേറ്റാണിത്. അപ്പോൾ ആ ഗേറ്റിൽ വന്ന് അവിടെ ഇങ്ങനെ നിൽക്കും, നമ്മളവിടെ സൈഡിലോട്ട് വെച്ച് കൊടുക്കും. അങ്ങനെ അവൾ പിന്നെ പയ്യെ അവിടെ നിന്ന് ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി അവൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളോടങ്ങ് കൂട്ടായി ഇനി വരാൻ തുടങ്ങി. കടയുടെ ഇവിടം വരെയൊക്കെ വരാൻ തുടങ്ങി. അവളുടെ സ്ഥാനം അങ്ങ് കടയ്ക്ക് അകത്തായി. അവൾ ഫുൾ ടൈം കടയ്ക്ക് അകത്ത് കയറി കിടക്കും. ഒന്നുകിൽ ഇവിടെ വെളിയിൽ വരാന്തേ കിടക്കും, അതല്ലെങ്കിൽ ഇവിടെ കടയ്ക്ക് അകത്ത് കിടക്കും. തങ്കി ഒന്ന് എണീറ്റിരുന്നേ, തങ്കി ഒന്ന് എണീറ്റിരുന്നേ. വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, ഒന്ന് എണീറ്റേ. വാലാട്ടി കാണിക്കത്തേ ഉള്ളോ? പിന്നെ ഉറക്ക ക്ഷീണമാണോ? പിന്നെ ഞങ്ങളൊരു പേരും ഒക്കെ ഇട്ട്, തങ്കച്ചിന്ന് പേരിട്ട്. ഇപ്പോൾ ഏകദേശം 2 വയസ്സ് പ്രായമുണ്ട്. കാരണം ഞാനിവിടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷമായി. അപ്പോൾ അവളെ ആ ടൈമിലാണ് അവളെ ഞാൻ കാണുന്നതും, ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അവൾക്കിപ്പോൾ 2 വയസ്സ് പ്രായമുണ്ട്. ഇതിനിടയ്ക്ക് അവൾ ഒരു പ്രാവശ്യം പ്രഗ്നൻ്റായി. അതിൽ 4 കുട്ടികളുണ്ടായിരുന്നു, 4 ഫീമെയിൽസ് ആയിരുന്നു. ഞങ്ങൾ ഇവിടെ ഷോപ്പിൽ തന്നെയായിരുന്നു അതിനെ നോക്കിയിരുന്നതും. ഇവിടെ ബാക്കിലായിട്ട് ബാത്റൂമിൻ്റെ ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട്, അവിടെയായിരുന്നു ഇവളുടെ ഇവളെ കിടത്തിയിരുന്നത്. എത്രയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്താലും കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ അവർ ഇറങ്ങി റോഡിൽ വരുമായിരുന്നു. ഇവിടെ ഹൈവേ സൈഡാണ്, റോഡിൽ വരുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു കുഞ്ഞങ്ങനെ റോഡിൽ വന്ന് അത് വണ്ടി ഇടിച്ചങ്ങ് ചത്തുപോയി. അതിൽ ബാക്കി 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവർ 2 മാസം പ്രായമായപ്പോൾ ഒരു കുഞ്ഞ് അസുഖം വന്ന് മരിച്ചുപോയി. പിന്നെ ബാക്കി 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് ഇതുപോലൊരു 3 മാസം പ്രായമായപ്പോഴത്തേക്ക് ചെള്ളുപനി വന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തായിരുന്നു. ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അത് മാറിയായിരുന്നു. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിന് അസുഖം വന്നു. അപ്പോൾ രാവിലെയാണ് നമ്മൾ അസുഖം കണ്ടത്. വൈകുന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് അത് ഓൾമോസ്റ്റ് അങ്ങ് രാത്രി ആയപ്പോഴത്തേക്ക് അതങ്ങ് മരിച്ചുപോയി. അത് കൂടുതലായിരുന്നു, പെട്ടെന്ന് തന്നെ അതങ്ങ് ഡൗണായി മരിച്ചുപോയി. ബാക്കി ഒരാളുണ്ടായിരുന്നു, അത് ഇവിടെ തന്നെ ആയിരുന്നു. ഇവിടെ അമ്മയും മോളും കൂടെ ഇവിടെ ഫുൾ ടൈം ഇവിടെ ഷോപ്പിൽ തന്നെ ആയിരുന്നു. ഏത് സമയവും ഷോപ്പിൽ കാണും. ഒരു ദിവസം കാണാൻ അവൾക്ക് ഇങ്ങനെ പിന്നെ ഒരു പ്രത്യേക ബിഹേവിയർ അവൾ കാണിച്ചു തുടങ്ങി. അതായത് ഈ മറ്റു ഡോഗ്സിൻ്റെ അടുത്ത് ദേഷിക്കാൻ തുടങ്ങി, ഫുഡ് എടുക്കാൻ ഇതായി, പിന്നെ ഒരുമാതിരി വട്ടം കറങ്ങി, അങ്ങനെയൊക്കെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ കാണിച്ചു. അപ്പം ഡോക്ടറെ വിളിച്ച് ഞങ്ങൾ കാണിച്ചു. അപ്പം ഡോക്ടേഴ്സിനും അവർക്ക് ക്യാച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ദൂരെ നിന്ന് പറയുന്നത് ഏതോ വൈറസ് തലയിൽ ബാധിച്ചതാണ്, അത് രക്ഷപ്പെടുന്ന ആരും പാടാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിറ്റേന്ന് വന്നപ്പം അവളെ കണ്ടിട്ടില്ല. അവൾ പിന്നെ എങ്ങോട്ട് പോയെന്നാ എന്തോ ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇവളുടെ 4 മക്കളും മരിച്ചു പോയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ലാസ്റ്റത്തെ കുഞ്ഞ് പിന്നെ വന്നിട്ടില്ല, അത് വയ്യാണ്ട് എവിടെയെങ്കിലും പോയി മരിച്ചു കാണും. അതിനുശേഷം ഇവൾ വീണ്ടും പ്രഗ്നൻ്റ് ആയപ്പോൾ നമുക്ക് ടെൻഷനായിരുന്നു, ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യുന്ന. ഈ ആദ്യത്തെ 4 കുട്ടികളെ തന്നെ നമ്മൾ വലിയ പാടുപെട്ട് വളർത്തി വലുതാക്കിയതും, പക്ഷേ വളർത്തി വലുതാക്കിയിട്ടും പ്രയോജനം ഉണ്ടായില്ല. അതുങ്ങളെല്ലാം 3-4 മാസമൊക്കെ ആയപ്പോൾ എല്ലാം മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇത് വീണ്ടും ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആയാൽ എന്ത് ചെയ്യുമെന്ന് കരുതി ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ അത് തനിയെ വേറൊരു പട്ടിയായിട്ട് കടിപിടി കൂടി. അപ്പോൾ വേറൊരു പട്ടി ഇവളെ പുറത്ത് കയറി ചവിട്ടി ആക്രമിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അതങ്ങ് അബോർഷനായി പോയി. അതിനുശേഷമാണ് പിന്നീട് ഞങ്ങളൊരു തീരുമാനം എടുത്ത് ഇവിടെ വന്നീകരിക്കാൻ, സ്റ്റെറിലൈസ് ചെയ്യാൻ. കാരണം ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റോഡാണ്. അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ നമുക്കിനി നോക്കാൻ സാഹചര്യവും ഇല്ല. അപ്പം സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല തീരുമാനമെന്ന് കരുതി നമ്മൾ ഇവിടെ സ്റ്റെറിലൈസ് ചെയ്തു. കഴിഞ്ഞ ഡിസംബറിൽ സ്റ്റെറിലൈസ് ചെയ്തു. ഡിസംബറിൽ സ്റ്റെറിലൈസും ചെയ്ത് വാക്സിനും എടുത്തു. അതിനുശേഷം ഇവൾ ഇവിടെ തന്നെ ആയിരുന്നു, കടയിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ ഒരു മാസമായിട്ട് പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ അല്ല താമസം. ഇല്ല തങ്കി മോളെ ഒന്ന് നോക്കിയേ, കിടത്തേങ്ങ് ഭയങ്കരമായിട്ട് ഉറങ്ങുക.
ഭയങ്കര ആക്റ്റീവൊക്കെയാണ്. ഡോഗ്സ് റോഡിൽ കൂടെ പോയപ്പോഴത്തെ എല്ലായിടവും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 1 മാസമായിട്ട് പുള്ളിക്കാരി ഇവിടെ അല്ല താമസം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഷോപ്പിന് അടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലാണ് അവളിപ്പോൾ. അത് ഡോഗ്സിനെയൊക്കെ ഇഷ്ടമുള്ള, ഡോഗ്സിനെല്ലാം ഫുഡ് കൊടുക്കുന്ന ഒരാളാണ്. ആ പുള്ളിക്കാരൻ്റെ വീട്ടിലാണ്. വിനു എന്നാണ് പേര് പുള്ളിക്കാരൻ. ഡോഗ്സിനകത്തൊക്കെ നല്ല സ്നേഹമുള്ള ഒരാളാണ്. എൻ്റെ വീട്ടിൽ ഓൾറെഡി 2-3 ഡോഗ്സ് ഉണ്ട്. അന്നേരം ഇവള് സ്ഥിരമായിട്ട് ഇപ്പോൾ അവിടെ അങ്ങ് ആയി. അവിടെ തന്നെ ഉറക്കവും ഫുഡും എല്ലാം ഇപ്പോൾ അവിടെ നിന്ന് തന്നെ. ഇപ്പോൾ അവൾ വരും 3-4 ദിവസം കൂടുമ്പോൾ ഞങ്ങളെ കാണാൻ വരും. 4 ദിവസം 5 ദിവസമൊക്കെ കൂടുമ്പോൾ കാണാൻ വരും. ചിലപ്പോൾ രാവിലെ വന്നിട്ട് ഉച്ച വരെ നിൽക്കും. ചിലപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ ഷോപ്പ് അടച്ച് പോകുന്നത് വരെ ഇവിടെ കടയിൽ കാണാം. അത് കഴിഞ്ഞ് അവൾ തിരിച്ചു മറ്റേ വീട്ടിലോട്ട് അങ്ങ് പോകും. ഇന്നിപ്പോൾ ഒരു 5 ദിവസം കൂടി ഇന്ന് ഞങ്ങളെ കാണാൻ വന്നതാണ്. കാണാൻ വന്നപ്പോഴാണ് ഇപ്പോൾ അവളുടെ വീഡിയോ എടുക്കാമെന്ന് നമ്മൾ കരുതിയത്. കാരണം ഇപ്പോൾ ഇവിടെ ഈ റോഡ് സൈഡ് ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ മരങ്ങളെല്ലാം മുറിച്ച്, റോഡിൻ്റെ പണി നടക്കുന്നത് കാരണം ഇവിടുത്തെ മരങ്ങളെല്ലാം മുറിച്ചപ്പോഴത്തേക്ക് ഇവർക്കിപ്പോൾ കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ അതുമല്ല അവർക്കിപ്പം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് അവളുടെ പുതിയ താവളം അവൾ തന്നെ കണ്ടുപിടിക്കുകയായിരുന്നു. ആ പുള്ളിക്കാരൻ ഒരു നല്ല മനസാക്ഷിയുള്ള ആളായതുകൊണ്ട് ഇവൾ അവിടെ ചെന്നാൽ ഇവൾക്ക് നല്ല സ്ഥലം കൊടുത്ത് അവിടുത്തെ ഡോഗ്സിൻ്റെ കൂടെ തന്നെ ഇവൾ കഴിയുന്നത്. അവൾക്കിപ്പോൾ അവിടെ കളിക്കാൻ കൂട്ടുകാരുണ്ട്, ഫുഡിൻ്റെ ടൈമിന് ഫുഡുണ്ട്, വെയിലും ഉള്ളതുകൊണ്ട് ചൂടടിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ദൈവമായിട്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഇപ്പോൾ അവളവിടെ സുഖമായിട്ട് കഴിയുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ തങ്കിയെക്കുറിച്ചുള്ള വീഡിയോ. എല്ലാവർക്കും ബൈ.